السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. നിലമ്പൂർ ഏരിയ ദഅവാവിംഗ് വാട്സപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന റമദാൻ ക്യാമ്പയിനിലാണ് നമ്മളൊക്കെ ഉള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖൽബ് ശുദ്ധമായവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നോമ്പ് മനസ്സിനെ സംസ്കരിക്കുന്നതാണ് എന്നതാണ് വിഷയം. മനസ്സിനെ സംസ്കരിക്കുന്ന വ്രതം. നോമ്പ് കൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വ്യക്തമാക്കി. എന്തിനാണ് നോമ്പ് നിങ്ങളെ മേലിൽ ഫറലാക്കപ്പെട്ടത്? അത് ഫറലാക്കപ്പെട്ടത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. തഖ്വ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ് സംസ്കരിക്കുന്നതിൻ്റെ ഭാഗം. യഥാർത്ഥത്തിൽ നമ്മൾ ശരിയായ നോമ്പുകൾ നമ്മൾ അനുഷ്ഠിക്കാറുണ്ടോ? നമ്മൾ നല്ലോണം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണത്. നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളൊന്ന് ആത്മവിചിന്തനം നടത്തുകയും ഇനിയുള്ള കാലങ്ങളെങ്കിലും തന്നാൽ കഴിയും വിധം നോമ്പ് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരാൾക്ക് ചെന്നെത്തിച്ചേരാൻ കഴിയുന്ന വഴികളെ, അള്ളാഹുവിൽ വസൂലാകാൻ കഴിയുന്ന വഴികളെ മഹാന്മാരായ മഹത്തുക്കള് രേഖപ്പെടുത്തിയത് ഒന്ന് ശരീഅത്താണ്, ത്വരീഖത്താണ്, ഹഖീഖത്താണ്. ഇന്ന ത്വരീഖ ശരീഅത്തുൻ വ ത്വരീഖത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അദ്കിയയിൽ ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. അതിലേക്ക് വിശാലമായി കിടക്കല്ല. ഇവിടെ യഥാർത്ഥത്തിൽ ത്വരീഖത്തിലാണെങ്കിലും ശരീഅത്തിലാണെങ്കിലും അതോടുകൂടെ ഹഖീഖത്തിലും യഥാർത്ഥത്തിൽ നോമ്പുണ്ട്. ഈ മൂന്ന് നോമ്പുകളും ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ ക്ലിയറായ ഒരു നോമ്പുകാരനായി എന്ന് പറയാൻ പറ്റുള്ളൂ. ത്വരീഖത്തിന് ഒരു നോമ്പുണ്ട്, അതുപോലെ തന്നെ ശരീഅത്തിന് ഒരു നോമ്പുണ്ട്. ശരീഅത്തിന്റെ നോമ്പിനെ സംബന്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറഞ്ഞത്, അയ്യുംസിക്കാനിൽ മഅ്കൂലാത്തി വൽ മശ്റൂബാത്തി വൻ വിഖാഇൻ നിസാഇ ഫിന്നഹാരി, പകലിൽ തൻ്റെ ഭാര്യമാരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ തൊട്ടും അന്നപാനീയങ്ങൾ വെടിയുന്നതിനെ തൊട്ടും അന്നപാനീയങ്ങളെ തൊട്ടും ഒരാൾ വെടിഞ്ഞു നിൽക്കുക. ഇതാണ് ശരീഅത്തിന്റെ നോമ്പ്. എന്നാൽ ത്വരീഖത്തിന്റെ ഒരു നോമ്പുണ്ട്. അതെങ്ങനെ? ഫഹുവ യുംസികാൻ ജമീഅ അഅ്ളാഇഹി അൽ മുഹറമാതി വൽ മനാഹി വസമാഇമി മിസ്ൽ ഉജ്ബി വൽ കിബ്രി വൽ ബഖലി വഗൈരി ദാലിക. ഈ ഒരു നോമ്പ് നമ്മൾ അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ നല്ലോണം പരിശ്രമിക്കേണ്ടതാണ്. ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും എല്ലാ ഹറാമുകളെ തൊട്ടും അള്ളാഹു നിരോധിച്ചതായ മുഴുവൻ കാര്യങ്ങളെ തൊട്ടും പിടിച്ചു വെക്കലാണ്. അതിലെല്ലാം പെടും കിബർ, അത് പെടും ഫഖർ പെടും, ഉജ്ബ് പെടും, അനുബന്ധമായി എന്തൊക്കെ സംഭവങ്ങളുണ്ടോ, തെറ്റുകളുണ്ടോ, അതൊക്കെ അതിൽ പെടും. അത് ലാഹിറൻ വ ബാത്തിന, ഉള്ളും പുറവും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം. മാത്രല്ല ഫകുല്ലുഹ യബ്തുലു സൗമു ത്വരീഖ, കിബറോ അതല്ലെങ്കിൽ ഹസദോ അതേപോലെ തന്നെ ബുഖ്ലോ തുടങ്ങിയതായ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരാളിലുണ്ടെങ്കിൽ ത്വരീഖത്തിന്റെ ആ നോമ്പ് അയാളിൽ നിന്ന് ബാത്തിലാകുമെന്നാണ് ഗൗസുൽ ആദം തങ്ങൾ പഠിപ്പിച്ചത്. സൗമു ശരീഅത്ത്, ശരീഅത്തിന്റെ നോമ്പ് മുഅഖത്താണ് എന്നുണ്ടെങ്കിൽ സമയനിർണിതമാണ്. സമയനിർണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു കാലത്ത് പ്രത്യേകമായ സമയത്തിലാണ് അത് നിർവഹിക്കുക. അത് നിർബന്ധമാകുന്ന ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ അത് റമളാനിലാണ്.
റമദാനിന്റെ ഫജ്ർ സ്വാദിക്ക് വെളിവായത് മുതൽ ഗുറൂബ് വരെയാണ് നോമ്പുകാരൻ നോമ്പ് അനുഷ്ഠിക്കേണ്ടതായ ഒരു സമയം. ഇനി അല്ലാത്ത കാലങ്ങളിൽ ഒരാൾ നോമ്പ് നേർച്ചയാക്കിക്കൊണ്ട് അയാളിൽ ഫർലാവുകയോ അതല്ലെങ്കിൽ മുൻകഴിഞ്ഞ റമദാനിൻ്റെത് ഖളാ വീട്ടാനുണ്ടാവുകയോ ചെയ്യുമ്പോഴും ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നതിൻ്റെയും ഗുറൂബ് ഷംസിന്റെയും ഇടയിലാണ് ആ നോമ്പിന്റെ സമയം എന്ന് പറയുന്നത്. അപ്പൊ ശരീഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമയനിർണിതമായ നോമ്പാണ്. എന്നാൽ ത്വരീഖത്തിന്റെ നോമ്പോ അത് മുഅബ്ബദൻ, അത് കാലാകാലത്തുണ്ട് എന്നതാണ്. അതെല്ലാ കാലത്തും, അത് റമദാനിൽ മാത്രമല്ല, അതെല്ലാ കാലത്തും ഉണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഹറാമായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നതാണ്. ഈ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ചിട്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. പരമാവധി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അവന്റെ ആയുസ്സിൽ മുഴുവനും ഈ ഒരു നോമ്പുണ്ട് എന്നതാണ്. അതവിടുന്ന് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അവന്റെ ജീവിതം താറുമാറാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. റസൂലുള്ള പറഞ്ഞല്ലോ, എത്രയോ നോമ്പുകാരുണ്ട്, അവർക്ക് നോമ്പിനാൽ അവർക്ക് വിശപ്പല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്സൗമു ലി വാന അജ്സി ബിഹി, പരിശുദ്ധ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ സംഗതിയാണത്. അസ്സൗമു ലി വാന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. ആ പ്രതിഫലം പടച്ചോനെ നോമ്പ് നോറ്റിരുന്നു ഞാൻ എന്നും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാല് അതവിടെ നമ്മൾ തിരിച്ചിങ്ങോട്ട് ഒഴന്നു പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, റുബ്ബ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. അതെന്തേ? അവന്റെ അഅ്ളാഉകളെ, അവന്റെ അവയവങ്ങളെ അവൻ നോമ്പുകാരനാക്കി വെച്ചില്ല എന്നതാണ് അതിന്റെ കാരണം. മാത്രല്ല മറ്റൊരു സംഭവം ഉണ്ടല്ലോ, കമ്മിൻ സ്വാഇമിൻ മുഫ്തിറൻ വകമ്മിൻ മുഫ്തിരിൻ സ്വാഇമുൻ. എത്രയോ നോമ്പുകാരാണ് അവർ നോമ്പില്ലാത്തവരാണ്, എന്നാൽ എത്രയോ നോമ്പില്ലാത്തവർ യഥാർത്ഥ നോമ്പുകാരുമാണ്. അവരുടേതായ കൈകാലുകളെയും മറ്റു ശാരീരികമായിട്ടുള്ള മറ്റു വസ്തുക്കളെയും അവരുടെ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളെയും അവരുടെ ഖൽബിനെയും കൃത്യമായി അവർ പരിപാലിച്ചു പോന്നു. ആ പരിപാലനം കിട്ടിയപ്പോൾ ആ വ്യക്തി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അവൻ നോമ്പുകാരനാണ്. എന്നാൽ മറ്റൊരുത്തനോ, അവൻ കൈകാലുകളെ, ശരീരത്തിന്റെ അവയവങ്ങളെ, ഖൽബിനെ ഒരു നിയന്ത്രണ വിധേയമാക്കാതെ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണെങ്കിലോ, ആ സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓന്റെ പട്ടിണി അതൊരു പട്ടിണി മാത്രമാണ്, അതൊരു നോമ്പുകാരനായി മാറുന്നില്ല. ഇന്നാ ഇനി ഹഖീഖത്തിന്റെ ഒരു നോമ്പിനെ സംബന്ധിച്ചുകൊണ്ടും ഗൗസുൽ ആലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വഫവ ഇംസാകുൻ അൽ ഫുആദി അൻ മഹബ്ബത്തി മാ സിവല്ലാഹ്. അല്ലാഹു അല്ലാത്തതായ എല്ലാ ഒന്നിനെയും ഇഷ്ടപ്പെടുന്നതിനെ തൊട്ട് അവന്റെ ഖൽബിനെ പിടിച്ചു വെക്കലാണ്. എന്തുണ്ടെങ്കിലും അതൊക്കെ റബ്ബ് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനത്തെ ഒരു സാഹചര്യം ഒരു മനുഷ്യനിൽ സംഭവിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് വലിയ വിജയം ഉണ്ടാകാൻ സാധ്യമാകും. അതിന് ആവശ്യമായ തർബിയത്തുകൾ, ആവശ്യമായ തർബിയത്തിന്റെ മശായിഖന്മാരെയൊക്കെ അവൻ പിൻപറ്റേണ്ടി വരും. അതിലൂടെ അവന്റെ ജീവിതത്തിനെ സ്ഫുടം ചെയ്തെടുക്കാൻ ആ മനുഷ്യനെ കൊണ്ട് സാധ്യമാവുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മുടെ നോമ്പ് നമ്മുടെ വെറും ഒരു വയറിനോ ഗുഹ്യാവയവങ്ങൾക്കോ വേണ്ടി മാത്രമല്ല, മറ്റു ശരീരത്തിന്റെ അവയവങ്ങൾ കൂടി ഈ നോമ്പിന്റെ ഭാഗമാക്കായാലാണ് നേരത്തെ സൂചിപ്പിച്ച ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുന്ന ആ മുത്തഖി എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരുക. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വാസിലാകാൻ അവന് സാധ്യമാവുകയും ചെയ്യും. നമ്മൾ നല്ലോണം ശാരീരികമായും മാനസികമായും ഇത്തരം വിഷയങ്ങളിൽ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി എല്ലാ ദുനിയാവിക ചിന്തകളിൽ നിന്നും പരമാവധി അകന്നു നിന്നുകൊണ്ട് ജീവിതത്തിനെ ചിട്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണല്ലോ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതിനൊക്കെയാണല്ലോ ഇഖ്ലാസ് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഖൽബിനെ സ്ഫുടം ചെയ്യണം എന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളെ നമ്മൾ പിടിച്ചുവെക്കൽ അനിവാര്യമാണ്. ആ പിടിച്ചുവെക്കൽ ഉണ്ടെങ്കിലാണ്
അവിടെ യഥാർത്ഥ നോമ്പുകാരനായി അവൻ മാറുകയും അവൻ്റെ കൽബ് സ്ഫുടം ചെയ്ത് നേരത്തെ പറഞ്ഞ ആ മുത്തഖി എന്ന് പറയുന്ന ആ പദവിയിലേക്ക് വരികയും ചെയ്യുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മശായിഖന്മാരുടെ തർബിയത്തിലൂടെ റബ്ബിൽ വാസിലാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇൽമിന്റെ വഴി നടത്തിയ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ മൺമറഞ്ഞവരുടെ ദറജകൾ അള്ളാഹു ഉയർത്തട്ടെ. ജീവിച്ചിരിക്കുന്നവരുടെ ദർസുകളിൽ, തദ്രീസുകളിൽ, തഅല്ലുമിൽ, മുതാലയിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.